അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 27 ശനിയാഴ്ച. ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ നടന്ന ഏറ്റുമുട്ടലിൽ വീണ്ടും സൈനികന് വീരമൃത്യു. ആക്രമണം നടത്തിയത് ഭീകരരുമായി ബന്ധമുള്ള പാക് സൈന്യമാണെന്നും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണം പരാജയപ്പെടുത്തിയെന്നും സൈന്യം അറിയിച്ചു. കുപ്വാരയിൽ ഈ ആഴ്ച നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത്. പാകിസ്ഥാൻ സ്വദേശിയായ ഒരു ഭീകരനെ സൈന്യം വധിച്ചു. എന്നാൽ ഏറ്റുമുട്ടലിൽ ഒരു മേജറടക്കം 5 ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും സൈന്യം അറിയിച്ചു. ജമ്മു കാശ്മീരിലാകെ നിരവധി സൈനികരാണ് കഴിഞ്ഞ 2 മാസത്തിനിടെ വീരചരമം പ്രാപിച്ചത്. സ്റ്റഡി ഇൻ കേരള പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സമർപ്പിച്ച പദ്ധതി നിർദ്ദേശം അംഗീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. കേരളത്തിലെ വിദ്യാർത്ഥികളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുക, പുറമേ നിന്നുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കുക, വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കുക, ഡിമാൻഡുള്ള കോഴ്സുകൾക്ക് കൂടുതൽ പ്രചാരണം നൽകുക, ഹ്രസ്വകാല കോഴ്സുകൾ കൂടുതൽ വ്യാപിപ്പിക്കുക, മൂന്നാം ലോക രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ പ്രത്യേക പദ്ധതി തുടങ്ങിയ വിവിധ കാര്യങ്ങളായിരിക്കും സ്റ്റഡി ഇൻ കേരളയിലൂടെ നടപ്പാക്കുക. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നയസമീപനങ്ങളെ ചൊല്ലി ധനവകുപ്പും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമും തമ്മിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട്. വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ കേസടക്കം KM എബ്രഹാം ഏകപക്ഷീയമായ തീരുമാനങ്ങളെടുക്കുന്നുവെന്നാണ് ധനവകുപ്പിന്റെ പരാതി. ഇതിന് പിന്നാലെ വായ്പയെടുത്തതടക്കം തന്നിഷ്ടപ്രകാരമുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ധനവകുപ്പ് നീക്കം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. കോൺഗ്രസിൽ ആശയക്കുഴപ്പങ്ങളില്ലെന്ന് AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MPയുമായ KC വേണുഗോപാൽ. ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിക്കുകയാണെന്നും തെറ്റായ വാർത്തകൾ ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും ഇതിനെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. VD സതീശൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന ആളല്ല. K സുധാകരനും VD സതീശനും പാർട്ടിക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ആളുകളാണ്. ഒരുമിച്ചാണ് ഇരുവരും തീരുമാനങ്ങൾ എടുക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേതൃത്വം ഒരുമിച്ച് തന്നെ നേരിടും. അക്കാര്യത്തിൽ ആശയക്കുഴപ്പം ഇല്ലെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയിൽ തർക്കമെന്ന വാർത്തകൾക്ക് അടിസ്ഥാനമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിമർശനം നല്ലതാണ്. വിമർശനം ശരിയാണെങ്കിൽ തിരുത്തും, അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കും. നേതാക്കൾ സ്വയം നവീകരണത്തിന് വിധേയരാകണം. എന്നാൽ വിമർശനം മനഃപൂർവ്വം ആകരുത്. അത് ഗുണപ്രദമാകണം. മാധ്യമങ്ങൾക്ക് വാർത്തകൾ കൊടുക്കുന്നത് ചിലർക്ക് രോഗമാണ്. ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞതും പറയാത്തതും കൊടുക്കുന്നു. അത് മാധ്യമങ്ങൾ വാർത്തയാക്കുകയാണ്. ദൈവം പോലും വിമർശിക്കപ്പെടുന്ന കാലമാണെന്നും സതീശൻ പറഞ്ഞു. KPCCയിലെ ഉൾപാർട്ടി തർക്കം ഏട്ടൻ അനിയന്മാർ തമ്മിലുള്ള സ്വാഭാവിക തർക്കമെന്ന് MK രാഘവൻ MP. ഈ തർക്കങ്ങൾ പാർട്ടിയെ ബാധിക്കില്ല. ഈ വിഷയം കെട്ടടങ്ങും. പാർട്ടിക്കുള്ളിൽ തന്നെ തീരും. ഹൈക്കമാൻഡ് ഇടപെടേണ്ട സാഹചര്യമില്ല. പാർട്ടിയിൽ പുകയും തീയുമില്ല. മാധ്യമങ്ങൾ ഇനി കത്തിക്കാതിരുന്നാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. മിഷൻ 2025 ബന്ധപ്പെട്ട് KPCCയിലെ തർക്കം പരിഹരിച്ച് പാർട്ടി ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. വിമർശനങ്ങൾ ഉയർന്നാൽ നേതാക്കൾ തിരുത്തണമെന്ന നിലപാടുമായി K മുരളീധരനും രംഗത്ത് വന്നു. അതേസമയം ഹൈക്കമാൻഡ് ഇടപെടൽ ഇല്ലാതെ ഇനി മിഷൻ 2025 ചുമതല ഏറ്റെടുക്കില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെന്ന് റിപ്പോർട്ടുകൾ. CPM മാതൃകയിൽ എറണാകുളം ജില്ലയിലെ MLAമാരും MPമാരും അവർക്ക് ലഭിക്കുന്ന ഓണറേറിയത്തിന്റെ ഒരു വിഹിതം പാർട്ടിക്ക് നൽകണമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. CPM ജനപ്രതിനിധികൾ കൃത്യമായ ലെവി നൽകാറുണ്ടെന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് ജോർജ് ഈഡന്റെ അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുമ്പ് ജോർജ് ഈഡൻ ഇങ്ങനെ ഒരു തുക പാർട്ടിക്ക് നൽകിയിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം 12ാം ദിവസത്തിലേക്ക് കടന്നതിനിടെ ഗംഗാവാലി പുഴയുടെ അടിയിൽ ഒരു ലോറിയുണ്ടെന്ന് സ്ഥിരീകരിച്ചു.
ഐബോർഡ് പരിശോധനയിൽ കിട്ടിയ 4ാം സിഗ്നലാണ് ലോറിയുടേതെന്ന് സ്ഥിരീകരിച്ചതെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ വ്യക്തമാക്കി. അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിനായി ഷിരൂരിൽ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘമെത്തി. ഇവർ മുമ്പും ഇത്തരം സമാനമായ നിരവധി ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉടുപ്പിക്ക് സമീപം മാൽപ്പയിൽ നിന്നെത്തിയ ഈശ്വർ മാൽപ്പെ എന്ന സംഘത്തിൽ 8 പേരാണുള്ളത്. വിവിധ ഉപകരണങ്ങളുമായാണ് ഇവർ ഷിരൂരിലെത്തിയത്. റഡാർ ഉപയോഗിച്ച് നദിയിൽ കണ്ടെത്തിയ എല്ലാ പോയിന്റുകളിലും പരിശോധന നടത്തുമെന്നും അവർ പറഞ്ഞു. തൃശൂർ വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ 20 കോടി തട്ടിയെടുത്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. കേസിലെ പ്രതിയായ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യ മോഹൻ 8 അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ധന്യയുടെ 4 വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും പോലീസ് പരിശോധിച്ചു. ഭർത്താവിന്റെ NRI അക്കൗണ്ടുകളിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകി. കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ നടന്ന കാർ അപകടത്തിൽ പോലീസ് കേസെടുത്തു. അമിത വേഗത്തിൽ വാഹനമോടിച്ചതിനാണ് സെൻട്രൽ പോലീസ് കേസെടുത്തത്. അർജുൻ അശോകൻ, മാത്യു തോമസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ കൊച്ചി MG റോഡിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ തലകീഴായി മറിയുകയായിരുന്നു. പുലർച്ചെ 1:30 സംഭവം. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കൊടുങ്കാറ്റിലും പേമാരിയിലും 51.4 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി KSEB. പ്രാഥമിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ 5961 വിതരണ ട്രാൻസ്ഫോമറുകളുടെ കീഴിൽ വൈദ്യുതി വിതരണം പൂർണ്ണമായി തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ടായി. 11 ലക്ഷത്തിലേറെ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സമുണ്ടായെന്നും KSEB അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി വഴി ഏറ്റവും കൂടുതൽ മാലിന്യമല നീക്കം ചെയ്യേണ്ട എറണാകുളം ജില്ലയിലും പദ്ധതി നടത്തിപ്പിൽ മെല്ലെ പോക്കെന്ന് പരാതി. 5ൽ 2ഇടങ്ങളിൽ ബയോമൈനിങ് മെഷീൻ എത്തിച്ചെങ്കിലും പ്രാഥമിക അനുമതി ഇല്ലാത്തതിനാൽ എവിടെയും ഒരു ലോഡ് മാലിന്യം പോലും നീക്കം ചെയ്തിട്ടില്ല. അടുത്ത മെയ് മാസത്തിനുള്ളിൽ ബയോമൈനിങ് നടത്തി ഭൂമി വീണ്ടെടുത്തില്ലെങ്കിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണവും വൈകും. LD ക്ലർക്ക് ആദ്യഘട്ട പരീക്ഷ ഇന്ന് സംസ്ഥാനത്തെ 607 കേന്ദ്രങ്ങളിലായി നടക്കും. തിരുവനന്തപുരം ജില്ലയിലേക്ക് അപേക്ഷിച്ച 1,39,187 പേരാണ് പരീക്ഷ എഴുതുക. ഉച്ചയ്ക്ക് 3:30 വരെയാണ് സമയം. ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്ന തിരുവനന്തപുരത്ത് 272 കേന്ദ്രങ്ങളുണ്ട്. തിരക്ക് കണക്കിലെടുത്ത് KSRTC അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. ഇതിലെ നല്ലത് ബസ്സിൽ പോകുന്നതായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ വരും. അതെ, 17 പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത്. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഡൽഹിയിൽ പുതിയ വസതി അനുവദിച്ച് ഹൗസിംഗ് കമ്മിറ്റി. സുനേരി ബാഗ് റോഡിലെ 5ാം നമ്പർ ബംഗ്ലാവാണ് രാഹുലിന് അനുവദിച്ചത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ടൈപ്പ് 8 ബംഗ്ലാവിന് അർഹനാണ് രാഹുൽ ഗാന്ധി. ക്യാബിനറ്റ് മന്ത്രിമാർ, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ, കേന്ദ്രമന്ത്രിമാർ, സർക്കാരിലെ പ്രധാന സെക്രട്ടറിമാർ എന്നിവർക്കാണ് ടൈപ്പ് 8 ബംഗ്ലാവ് അനുവദിക്കുന്നത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് കർണാടകയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കർണാടക ഹാസനിലെ സകലേഷ്പുര മേഖലയിൽ യദകുമേരി കടകരവള്ളി സ്റ്റേഷനുകൾക്ക് ഇടയിലാണ് മണ്ണിടിഞ്ഞത്. മാംഗ്ലൂരു റൂട്ടിലൂടെയുള്ള നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. വൈകിയ ട്രെയിനുകളിലുള്ള യാത്രക്കാർക്ക് കർണാടക സർക്കാരിന് കീഴിലെ KSRTC ബസ്സിൽ യാത്രയൊരുക്കി. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് നിരാശ. 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ഇനത്തിൽ ഇന്ത്യക്ക് ഫൈനൽ റൗണ്ടിലേക്ക് കടക്കാനായില്ല. ഇന്ത്യക്കായി സന്ദീപ് സിംഗ്, എളവേണിൽ വളറിവാൻ, അർജൻ ബാബുട്ട, രമിത ജിൻഡാൻ സഖ്യങ്ങളാണ് മത്സരിച്ചത്. ഇരു ടീമുകൾക്കും യോഗ്യതാ റൗണ്ടിൽ നിന്ന് മുന്നേറാനായില്ല. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ 2020 മത്സരം ഇന്ന്. പരിശീലകന്റെ റോളിലെത്തുന്ന ഗൗതം ഗംഭീറിന്റെയും സ്ഥിരം ക്യാപ്റ്റനായി എത്തുന്ന സൂര്യകുമാർ യാദവിന്റെയും അരങ്ങേറ്റ മത്സരം കൂടിയാണ് ഇന്നത്തെ മത്സരം. സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അഭാവത്തിലാണ് ഇന്ത്യൻ യുവനിര ഇന്ന് മത്സരത്തിനിറങ്ങുന്നത്. വൈകിട്ട് 7 മണി മുതലാണ് മത്സരം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.